ഇതിന് ഇൻഷൂർ ഇല്ലല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല. വന്നിട്ടില്ല. അപ്പൊ കാറ്റടിച്ച് പോയെന്നെ ഈ കാറ്റടിച്ചിന്റെ കറിയാ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? അല്ല നിങ്ങൾ അച്ഛൻ മറ്റും നിങ്ങൾ എന്ത് ചെയ്യും? കറിയെന്നുണ്ട് അച്ഛൻ ചെയ്യും. നല്ല ചോദ്യം എങ്ങനെ ചോദിച്ചോട്ടാ. കാറ്റടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ സഹിക്കണം. ഞാൻ അല്ലെങ്കിൽ കറിയായിരുന്നു. അല്ലാണ്ട് നിങ്ങൾ അച്ഛൻ അമ്മയും മരിച്ചത് നിങ്ങൾ എന്താ ചെയ്യുക? വീട്ടിൽ നിന്ന് കറിയെന്നുണ്ട് എന്താ ചെയ്യുക? അതാണ് അവസ്ഥ. ഒരു കർഷകന്റെ അവസ്ഥ അതാണോ? വേണ്ട. ഇതുണ്ട ഈ കൊലങ്ങി കേടത്തി ഒരു 64 വാഴ ഞാൻ എണ്ണി കാണിച്ചു തരാം. ഇത് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇത് കൃഷിക്ക് തന്നെ കൃഷിക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സബ്സിഡി എന്തെങ്കിലും തരുവാണെങ്കിൽ അമ്മൂക്ക് തരുവാണെങ്കിൽ ഫോണായിരിക്കും. അല്ലാണ്ട് എനിക്ക് നല്ല കൊലയുണ്ട്. ആ കൊലയൊക്കെ ഒരു മനുഷ്യന്മാർക്ക് വിൽക്കാൻ പറ്റുക? കെട്ടിയ കൊലയല്ലേ അല്ലേ? അത് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്താ പറയണ്ടേ? ഒരു കർഷകന്റെ സങ്കടം ഞാൻ പറഞ്ഞു നോക്കാം. ഇത് വാഴ എത്ര ഉണ്ടാവും? ഇത് എനിക്ക് 500 വാഴയേ ഉള്ളൂ. 500 ഉള്ളൂ. അതിന് 64 നഷ്ടപ്പെട്ടു പോയി. അത് മതി. കൃഷിഭവനിൽ കിട്ടുകയാണെങ്കിൽ അത് മതി. അല്ല 500 വാഴന്റെ വേണ്ട. ചിലപ്പോൾ നീ പോയെല്ലാവർക്കും തന്നാൽ മതി. അതെ അതെ അതെ, നമുക്ക് പറയാം. അല്ല, കണ്ടവൻ പൈസ എനിക്ക് വേണ്ട. ഞാൻ ഒരു കർഷകനല്ലേ. എന്റെ സാധനം നഷ്ടപ്പെടുമ്പോ കൃഷിഭവനോ ഗവൺമെന്റ് എന്തിനും നന്നല്ലേ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. 66 വയസ്സായ മനുഷ്യൻ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നഷ്ടം വന്നാൽ അങ്ങനെ. ഇതിന്റെ പണിയൊക്കെ ആരെങ്കിലും കൂട്ടി ചെയ്യലാണോ? അയ്യോ, ഞാൻ സ്വന്തം ചെയ്യുന്ന പണിയാ. അയ്യോ, പണിക്കാർക്ക് പിന്നെ കുട്ടി വരുമ്പോഴേ കുട്ടിയും ഭരിച്ചു കൊടുക്കണം, പിന്നെ ഭക്ഷണം കൊടുക്കണം, എന്നൊന്നും പൈസ. അങ്ങനെ ഞാൻ സ്വന്തം ചെയ്യുന്ന കൃഷിയാ. ഇതെല്ലാം ചെയ്താൽ നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വന്തം ചെയ്യുക അല്ലേ? സ്വന്തം ചെയ്യാ. അല്ലാണ്ട് ബാങ്കിലൂടെ ലോൺ എടുത്തിട്ട് എനിക്ക് നട്ടിട്ടില്ല. ബാങ്കരെ എന്നെ വെറുതെ വിടുക. അതിന് 10 സ്ഥലവും അതും കൂടെ പോകും. ലോൺ എടുത്തിട്ടില്ല. എടുത്ത ആ പൈസ കൂടെ എന്റെ വീടും നഷ്ടം. അവർ എത്തിച്ചില്ലേ? അല്ലാണ്ട് അന്തസ്സുള്ള സംഗതി ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് മെനകെട്ട സംഗതി നിങ്ങൾ ചാനൽ പിടിച്ചിട്ട് മെനകെട്ട സംഗതി ഞാൻ പറയില്ല. എന്റെ ആവശ്യമില്ല. ഇത് 64 എണ്ണി കാണിച്ചതാ. 64 ഇതേപോലെ ചെറുതായിട്ട് കൊലച്ചു അല്ലേ? ചെറിയ കൊല. നമുക്ക് നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉപ്പേരി വെക്കാൻ പറ്റില്ല. ഒരു വാഴക്കല്ല 200 മുടക്കാം. അതിന് ഈ 50 അല്ല 10 രൂപ ആരെങ്കിലും എടുക്കും? ഇത് ഇല്ല, ഇത് ആരും എടുക്കൂല. കടയിൽ എടുക്കൂല. നമ്മുടെ നിങ്ങൾ സങ്കടം പറയുന്നില്ല. നിങ്ങൾ ചാനലിൽ കൊടുക്കുകയാണെങ്കിലല്ല എനിക്ക് കണ്ടമാനം കേളേതുണ്ട്. നമ്മുടെ ഉള്ള കാര്യം പറയാമല്ലോ. നമുക്ക് പറ്റിയ അബദ്ധം, നമുക്ക് പറ്റിയ നഷ്ടങ്ങൾ പറയാമല്ലോ. അതല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാണ്ട് വേറെ അന്യായമായിട്ടൊന്നും പറയുന്നത്. നല്ല വാഴക്കൊല ഇതിനകത്തുണ്ട്. പക്ഷെ 64 ഇങ്ങനത്തെ നാശം പിടിച്ചായിപ്പോയി. 64 എണ്ണി കാണിച്ചു കൊടുക്കും വാഴ. 64 കൃഷിക്കാരൻ ഞാൻ സ്വന്തം പണിയെടുക്കുന്നത്. ഇത് വിത്തിന്റെ എന്തോ തരാറാണ്. വിത്തിന്റെ തരാറാണ്. എനിക്ക് മനസ്സിലായി. വിത്ത് എവിടുന്നാ മേടിക്കുന്നത്? ഇത് നിങ്ങള് കൊണ്ടാക്കിയുള്ള കുറവ് പിന്നെ അത് കേടില്ല പുറമേട്ട്. അല്ലെ പിന്നെ ഇത് ഇറക്കി വെച്ചാ. അപ്പൊ അവരേതൊക്കെയാ പിരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ബാങ്ക് മേടിച്ചിരുന്നു. 15 രൂപ നിങ്ങൾക്ക് മുടക്കായല്ലേ? 15 ഇല്ല, 13 രൂപ. 13 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു. 15 രൂപ വിറ്റ് പറഞ്ഞു. 13 കൊണ്ട് തന്നു. പിന്നെ നമ്മുടെ പണിക്കൂലി, ഇതുപോലുള്ള ചെലവുകൾ അല്ലേ? വളമൊക്കെ ഇട്ട് ഇത്ര ആക്കി കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ വലയ്ക്കുന്നത്. അപ്പൊ ഇനി 64 പോലെ ഞാൻ എണ്ണി കാണിച്ചു കൊടുക്കാം. അതൊന്നും മോശമില്ല കേട്ടോ. കണ്ടല്ല മോശമില്ല. ഇതൊക്കെ ആരെങ്കിലും എടുക്കുമോ? മനുഷ്യന്മാരെടുക്കുമോ? എടുക്കുവോ? ആരും എടുക്കൂല. വെറുതെ മുട്ടാൻ. കാരണം അത് കാളാമണ്ടൻ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കിട്ടൂല. കാളമണ്ണ കണ്ണാലി കൊടുത്ത് കണ്ണാലി ഇല്ല. അല്ല, കാളാമണ്ടൻ 1 കിലോ കട്ട് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നാ ഉള്ള 1.5 അല്ലേ? 1.5 അല്ലേ? ഇത് 1.5 കൊല്ലം കാളമണ്ണ 1/2 കിലോ ഉണ്ടാവുമല്ലോ. 1/2 കിലോ കിട്ടുമായിരിക്കും. അതുകൊണ്ട് എന്നാ കാര്യം? ശരി മാസം നിങ്ങൾ വേണ്ട. ഇവരെ ഭാര്യ എനിക്ക് വേണ്ട. കൃഷിഭവനില്ല. കൃഷിഭവനിൽ നമ്മൾ കൃഷി ചെയ്യുന്ന നമുക്ക് നഷ്ടം വന്ന് കൃഷിഭവനെ ആദ്യം തരണം. കൃഷിഭവനൊക്കെ അറിയണമല്ലോ. ഇത് കൃഷിഭവനെ കണ്ടവന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ ചെല്ലുന്നില്ല. നമ്മൾ കൊലക്ക് മൂട്ടില്ലേ? മൂട്ടിട്ട് കൊല 10-30 കുറെ കണ്ടവനെ കഴിഞ്ഞുണ്ടോ? എല്ലാവർക്കും വിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? കുറച്ച് വിറ്റൊരു എനിക്ക് അറിയുന്ന മനുഷ്യന്മാരുണ്ട്. ഈ വിലയിൽ നമ്മൾ കൊച്ചു കുട്ടികൾ കൊല്ലുമ്പോഴാ ഇതിന് വേഗം കാര്യങ്ങൾ പൊട്ടിയൊരു നഷ്ടം പറ്റില്ലേ? അങ്ങനെ മേടിച്ച മനുഷ്യന്മാരുണ്ട്. ഞാൻ എന്റെ കൊച്ചു കുട്ടികളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യൂല. എനിക്ക് ആവശ്യമില്ല. നമ്മളെ കൊച്ചു കുട്ടികളെ കൊല്ലുന്ന സ്ഥിതി. അതെ.
ഈ വെള്ളമൊക്കെ എവിടുന്നാ കൊണ്ടിരുന്നത്? ഇത് വെള്ളം നമ്മൾ ഗവൺമെന്റ് മോട്ടറാ, മോട്ടർ മോട്ടർ അടിച്ചു ഗവൺമെന്റ്. ഇത് ആദ്യത്തെ കൃഷിയാണോ അത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വെച്ചോ വാഴ? അത് രണ്ടാമത്തെ കൃഷിയാണ്. രണ്ടാമത്തെ മൂന്നാമത് വെക്കൂല, 2 പ്രാവശ്യം വെക്കും. 2 പ്രാവശ്യം. പിന്നെ അത് വേറെ പച്ചക്കറി എന്തെങ്കിലും കണ്ണും പുതുക്കും, ഒന്ന് പുതുക്കി പിന്നെ ചെയ്യും. ഇത് പാട്ട് 25,000 രൂപ പാട്ട്. 25,000 രൂപ പാട്ടോ? പാട്ടാ 25,000 തേങ്ങ തോമസന്റെ സ്ഥല. നമ്മുടെ വീട് എവിടെയാ? പാലക്കുഴി. പാലക്കുഴിയാണ്. പാലക്കുഴി അംഗൻവാടിയില്. അല്ല നിങ്ങൾ എവിടെയാ? ഞാൻ കേളവ. കേളാ? അതെ അതെ. ആയിക്കോട്ടെ, കേരളത്തിൽ നിങ്ങൾ ഇതാക്കാൻ പറ്റില്ല, എനിക്കറിയാം. ഇവിടെ ഈ വയനാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ കേരള സാധനം കാണിച്ചു തരാം. ഇതൊക്കെ മറ്റ പൈസ കുറിച്ചാണ്. 64 എണ്ണി കാണിച്ചു തരാം കേട്ടോ. പേടിക്കണ്ട, തെറ്റിയ 6 പൈസ തന്നെ. 6 പൈസ തന്നെ. നിങ്ങൾ ഫോട്ടോ എടുത്ത് 6 പൈസ തരാനാണ് കാണിച്ചില്ല. നിങ്ങൾ എടുക്കുമോ? പോലില്ല, അതേപോലെ തന്നെ സ്ഥിതി എന്താ. 64 എണ്ണി മനുഷ്യനായി ഞാൻ കൃത്യം 64 എണ്ണം ഉണ്ടല്ലേ ഇങ്ങനെ? 64 എണ്ണിയതാ. ഈ ചെക്ക് പോകും. ഇതൊക്കെ പോയതാ കണ്ടറിയാ. 64 എണ്ണി മനുഷ്യനാണ്. ഇതിന് എത്ര വളം കിട്ടുക? എത്ര വളം കിട്ടും ഇതിനിപ്പോ? 4ാമത്തെ വളം കിട്ടും. ഒരു യൂറിയ കൂടെ കൊടുക്കും. ആദ്യം എന്നതാ ഇട്ടെ? ആദ്യം നമ്മൾ വിത്ത് നട്ടിട്ട് ഇപ്പൊ ചാവൂല്ലേ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു ലേശം 50 ഗ്രാം യൂറിയ ഇടുക. ബാക്കി പിന്നെ കോംപ്ലക്സ് അല്ലെങ്കിൽ 16 പാറ്റംബസ് കോംപ്ലക്സ് അങ്ങനെ സാധനം ഇടുക. മൂന്നാമത്തെ വളവോ? മൂന്നാമത്തേതും 4ാമത്തെ കൊല വരുമ്പോഴാ പിന്നെ യൂറിയം പൊട്ടാച്ചു. അതേപോലെ നല്ല അടിവെള്ളം കൊടുക്കല്. ഞങ്ങള് ചാണകം, കോഴിവളം ഇതൊക്കെ ഇട്ട സാധനമാണ്. കോഴിവളമൊക്കെ ഇട്ടതാ? ചാണകം മിക്സറാക്കി ഇടുന്ന കോഴിവളം ചാണാനും മിക്സറാക്കി ഇടുന്ന അങ്ങനെ ചെയ്ത് മനസ്സിലായി. എന്നാലേ ഇതുപോലെ അടിച്ചു കയറി വരുള്ളൂ അല്ലേ? വളം കൊടുക്കല്ലേ. അതെ അതെ അതെ. ഇംഗ്ലീഷ് വളം എടുത്തിട്ട് വലിയ കാര്യം. അത് നമ്മൾ മണ്ണിൽ ഒന്ന് വലിക്കാൻ വേണ്ടി മാത്രം. അടിവളം ഇന്നതൊക്കെ കൊടുക്കണം. ചാണകപ്പൊടി കൊടുക്കണം, കോഴിവളം കൊടുക്കണം. ചാണകം കോഴിവളം കൂടെ. ചാണകം ഏറ്റവും ഫസ്റ്റ്. ചാണകം പതുക്കെ എടുക്കുള്ളൂ. കോഴിവളം കൂട്ടുവന്ന് കോഴിവളം പെട്ടെന്ന് വലിക്കും. കോഴിവളം ചാണകം കൂടെ കൂട്ടി വരുമ്പോൾ ഈ കോഴിവളം ആദ്യം വലിക്കും. പേര് ഞാൻ ചോദിച്ചില്ല, എന്നായിരുന്നു പേര്? എന്റെ പേര് ശംഖു. എന്റെ അച്ഛന്റെ പേര് നീലകണ്ഠൻ. ഓക്കെ. ആദിവാസിയാട്ടാ. സാറിന് ഞാൻ കൃഷിക്കാരനാ, ആദിവാസി കേട്ടാ. എനിക്ക് പന്നീനും വേണ്ട, പലിശയും വേണ്ട, പോയി. ഒരു കൃഷി വിജയിച്ച് കിട്ടണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഇദ്ദേഹം പറയുന്നത്. 500 നേന്ത്രവാഴ വെച്ചു, അതിൽ 64 കേടായിപ്പോയെന്നാണ് പറയുന്നത്. അത് ചെറിയ കൊലയായിട്ട് കൊലച്ചു. അത് കടയിൽ പോലും എടുക്കുകയില്ല. എന്താ സംഭവിച്ചതെന്ന് യാതൊരു പിടിയില്ല. അച്ഛന് കണ്ടില്ല. ഇതൊക്കെ കേടാ. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഇത് കൃഷിഭവനും ഒന്നും തരില്ല. ഞാൻ അതൊക്കെ കേടാ. അത് കുറച്ചിട്ട് കേടാ തന്നെ. ആ കുറച്ച് വാഴയില്ല, അത് കേടാ. കണ്ടാവില്ല. അതും നട്ടി മാത്രമേ ഉള്ളൂ. ഇത് കേടാ. ഇതുണ്ടാ ഒച്ച കേട്ടാ. കർഷനറിയാം, എനിക്കറിയാം. ഞാൻ വേണ്ട അവര് രാജ്യം എനിക്ക് വേണ്ട. രാജ്യത്തിന് എന്താ ചെയ്യേണ്ടത്? 64 കാണിച്ചില്ല. ഇതിനെല്ലാം വള്ളിയാണോ വലിക്കുന്നത് അതോ നാട്ടയാണോ കൊടുക്കുന്നത്? അല്ല, ഞങ്ങള് വള്ളിച്ച് നമ്മള് ഒറിജിനൽ വള്ളിച്ച് ഇതൊക്കെ പൈസ മുറിച്ച സാധനം. ഇതെല്ലാം വള്ളി മേലെ കൊടുത്തിട്ടുണ്ട്. കയറ് കുടുക്കുള്ളൂ. കുടുക്കുന്നതിനനുസരിച്ച് കയറ് കുടുക്കിച്ചല്ലേ വർഷം വാഴ കേടാവും. കുടുക്ക് മാത്രം കയറ് കൊടുക്കും. ഇത് ബാക്കിയല്ല കയറ് ബലം കയറ് വലിക്കും. ഒരു പിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കും ഞാൻ ശ്രദ്ധിക്കും. പിന്നെ ദൈവം തരുന്നവരാകട്ടെ. അതെ അതെ.